എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ശരിയായിട്ടുള്ള ധനസ്ഥിതി എന്താണ് എന്നതിനെക്കുറിച്ച് ജനങ്ങളോട് മുഴുവൻ പറയാനായിട്ട് ഒരു വൈറ്റ് പേപ്പർ ഇറക്കും എന്നതിനെക്കുറിച്ച് നേരത്തെ തന്നെ UDF പറഞ്ഞിരുന്നു. അവർ അധികാരത്തിൽ കയറിയാൽ ആദ്യം ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നായി ഇങ്ങനെയൊരു ധവളപത്രം ഇറക്കുന്നതായിരിക്കും പരിഗണന എന്ന് പറഞ്ഞിരുന്നു. അത് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. LDF പലതരത്തിലും ആശയപരമായിട്ട് അതിനെ എതിർക്കാൻ ശ്രമിച്ചു. ഇന്നിത് അവതരിപ്പിക്കുന്ന സമയത്ത് സഭയിൽ പോലും നേരത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ KN ബാലഗോപാൽ അതീവ രഹസ്യരേഖകളൊക്കെ തന്നെ അത് ആക്സസ് ചെയ്യാൻ അനുവദിക്കപ്പെടാത്ത ആൾക്കാർക്ക് ഈ ഒരു ധവളപത്രം പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ലഭ്യമാക്കി കൊടുത്തിരിക്കുന്നതൊക്കെ തന്നെ ഭരണഘടനാ വിരുദ്ധതയാണ് എന്നൊക്കെ പറയാനായിട്ട് ശ്രമിച്ചു. എന്നാൽ പബ്ലിക്ലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഒരു വൈറ്റ് പേപ്പർ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പറയുകയും ചെയ്തു. സത്യത്തിൽ എന്താണോ LDF ഭയന്നിരുന്നത്, എന്താണോ UDF പറയാനായിട്ട് ആഗ്രഹിച്ചിരുന്നത്, ആ കാര്യം ഈ ധവളപത്രത്തോടു കൂടി പുറത്തു വന്നിരിക്കുകയാണ്. വലിയ സാമ്പത്തിക ബാധ്യതയാണ് സംസ്ഥാന സർക്കാർ അനുഭവിച്ചിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല, ഏതാണ്ട് 6000 കോടി രൂപ ഖജനാവിൽ നീക്കിയിരിപ്പുണ്ട് എന്ന് മേനി നടിച്ച ആൾക്കാരാണ് പുറത്തുപോയ LDF സർക്കാർ. എന്നാൽ അത് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള പൊതുകടം നോക്കിക്കഴിഞ്ഞാൽ മൂക്കിപ്പൊടി വാങ്ങാൻ പോലും തികയുന്ന പണമല്ല എന്നുള്ള വസ്തുത വെളിവാക്കുകയാണ് ഈ ധവളപത്രം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഖജനാവിൽ പെറ്റുകിടന്നു എന്ന് പറയപ്പെടുന്ന പൂച്ചയെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നതാണ് ഈ ധവളപത്രം. എന്തൊക്കെയാണ് ഇതിലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ എന്നതിനെക്കുറിച്ച് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ. നോക്കാം. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി ശ്രീ KM ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഉന്നത സമിതിയാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അതിലുള്ള ആൾക്കാരുടെ ക്രെഡിബിലിറ്റിയിലോ അവരുടെ കഴിവിലോ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള സംശയവുമില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ പ്രസ്താവിക്കുന്നതും നമ്മൾ കേട്ടതാണ്. ഈ ധവളപത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന വിവരം കേരളത്തിൻ്റെ പൊതുകടം എന്നത് 5 ലക്ഷം കോടി രൂപ കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ വരുമാനത്തിൻ്റെ ഏതാണ്ട് 77 മുതൽ 80% വരെ ശമ്പളം നൽകുന്നതിന്, പെൻഷൻ നൽകുന്നതിന്, നമ്മൾ എടുത്തിരിക്കുന്ന വായ്പകളുടെ തിരിച്ചടവിനുള്ള പലിശ ഇനത്തിൽ എന്നിങ്ങനെ 3 കാറ്റഗറിയായിട്ട് പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കിയുള്ള 20%ത്തിലാണ് ഈ സംസ്ഥാനം ഓടേണ്ടത് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത. അതുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ചെലവാക്കാനായിട്ടുള്ള മൂലധനം കണ്ടെത്താൻ നമ്മൾ പെടാപ്പാടുപെടുകയാണ്. നമ്മുടെ മൊത്തത്തിലുള്ള ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ വെറും 1.3% മാത്രമാണ് ഇത്തരത്തിലുള്ള നല്ല പദ്ധതികൾക്ക് വേണ്ടി നമുക്ക് ചെലവഴിക്കാനായിട്ട് കഴിയുന്നത്. അത് ഇന്ത്യയിലെ ഏറ്റവും ചുരുങ്ങിയ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് എന്നുള്ളതാണ് നമ്മുടെ ധനസ്ഥിതിയുടെ യഥാർത്ഥ ചിത്രം വ്യക്തമാക്കുന്ന ഒരു സ്റ്റാറ്റ്. ഇനി നമ്മൾ അറിയേണ്ടത് നമ്മുടെ ട്രഷറിയുടെ ശരിയായിട്ടുള്ള അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. അതിനു മുമ്പായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനം റിസർവ് ബാങ്കിൽ നിന്ന് 3 തരത്തിലാണ് പണം വായ്പയായിട്ട് എടുക്കുന്നത്. അതിലൊന്ന് ഏറ്റവും ചെറിയ പലിശ നിരക്കിലുള്ള സ്പെഷ്യൽ ഡ്രോയിങ് ഫെസിലിറ്റിയാണ്. രണ്ടാമത്തേത് റെപ്പോ റേറ്റിനേക്കാൾ 1% അഡീഷണൽ പലിശ നൽകിയെടുക്കുന്ന WMA അഥവാ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ് എന്നതാണ്. ഇനി മൂന്നാമത്തേത് റെപ്പോ നിരക്കിനേക്കാൾ 2% അഡീഷണൽ പലിശ കൊടുത്തെടുക്കുന്ന ഓവർ ഡ്രാഫ്റ്റ് ആണ്. ഇനി ഇതിലെ പ്രധാനപ്പെട്ട കാര്യം നോക്കിയാൽ കഴിഞ്ഞ വർഷം 2025 262 ദിവസം വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് ഉപയോഗിച്ചാണ് നമ്മുടെ സംസ്ഥാനം ഓടിയത്. ബാക്കി 84 ദിവസം ഓവർ ഡ്രാഫ്റ്റിലും. അതായത് സംസ്ഥാനത്തിൻ്റെ ദൈനംദിന ചെലവ് കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് വലിയ പലിശ ബാധ്യതയാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷം മാത്രമുള്ള ഒരു പ്രതിഭാസമല്ല, അത്രത്തോളം പരിതാപകരമായിട്ടുള്ള സാമ്പത്തിക അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് പ്രധാനം. അതിൽ നിന്നായിരുന്നു നമ്മുടെ നാട്ടിലുള്ള അനാവശ്യമായിട്ടുള്ള പല പദ്ധതികൾ നടപ്പാക്കുന്നതിന്, സംസ്ഥാന സർക്കാരിൻ്റെ ആഡംബരത്തിന്, മോടി പിടിപ്പിക്കലിന്, ധൂർത്തിന് ഒക്കെ കൂടി പണം ചെലവാക്കിയിരുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ഓർക്കേണ്ടത്. ഇനി ഇത് കൂടാതെ ആൾക്കാർക്ക് നൽകാനുള്ള പണത്തിൽ കഴിഞ്ഞ സർക്കാർ ഇപ്പോഴത്തെ സർക്കാരിനെ കൈമാറിയിരിക്കുന്ന അരിയേഴ്സ് അഥവാ ബാധ്യത എന്നത് 48,733 കോടി രൂപയാണ്. അതിൽ തന്നെ DA മാത്രം ഏതാണ്ട് 21,670 കോടി രൂപയാണ്. DAയും DRും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് 36,000 കോടി രൂപയായി മാറും. അതേപോലെയുള്ള സർക്കാരിന് ഏറ്റവും വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കിയിരിക്കുന്ന മറ്റൊരു വെള്ളാനയാണ് കിഫ്ബി. 10 വർഷങ്ങൾക്ക് മുൻപ് വളരെ നൂതനമായിട്ടുള്ള ഒരു സാമ്പത്തിക അടിത്തറ സംസ്ഥാനത്തിന് നൽകുന്നതിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു എക്സ്ട്രാ ബജറ്ററി ബോറോവിംഗ് ആണ് കിഫ്ബി കൊണ്ട് ഉദ്ദേശിച്ചത്. ഇപ്പോൾ അതിൻ്റെ തിരിച്ചടവ് ബാധ്യതയായിട്ട് നിലവിലെ സർക്കാരിന് വന്നിരിക്കുന്നത് 21,000 കോടി രൂപയാണ്. അതുകൂടാതെ ഇതുവരെ വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതികളനുസരിച്ച് ആ പദ്ധതികൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള പണം 35,000 കോടി രൂപയാണ്. അതും നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. സർക്കാരിന് നേരിട്ട് കിട്ടുന്ന വായ്പയേക്കാൾ 1% മുതൽ 1.5% വരെ അധിക പലിശയ്ക്കാണ് കിഫ്ബിക്ക് വേണ്ടി നമ്മൾ പണം സമാഹരിച്ചിരുന്നത് എന്നുള്ളതാണ് പ്രധാനം. C&AGയുടെ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് കിഫ്ബിയുടെ കടം എന്നത് സംസ്ഥാനത്തിൻ്റെ പൊതുകടത്തിൽ തന്നെ ഉൾപ്പെടുത്തി മാത്രമേ അതിനെ പരിഗണിക്കുകയുള്ളൂ. അല്ലാതെ അത് എക്സ്ട്രാ ബജറ്ററി പ്രൊവിഷനാണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല.
അതിൻ്റെ തിരിച്ചടവിലേക്ക് പോകുന്ന പണം സംസ്ഥാന സർക്കാരിന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് തന്നെയാണ് അടയ്ക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നമ്പറുകളൊന്നും തന്നെ ഇനി ചെലവാവില്ല. ഇത് തന്നെയുമല്ല, കിഫ്ബി വഴി പണം ചെലവാക്കിയിരുന്നതിൻ്റെ മോഡൽ എന്താണ് എന്നതിനെക്കുറിച്ച് വളരെ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ 14 ജില്ലകളുണ്ട് എങ്കിലും ഇതിൽ പ്രധാനമായിട്ട് 3 ജില്ലകളിലേക്ക് മാത്രമായിട്ടാണ് കിഫ്ബി വഴി ചെലവഴിച്ചിരിക്കുന്ന പണത്തിൻ്റെ 50% ചെലവാക്കിയിരിക്കുന്നത്. ഈ 3 ജില്ലകൾ എന്നത് ഒന്ന് തിരുവനന്തപുരം, മറ്റൊന്ന് എറണാകുളം, മൂന്നാമത്തേത് കണ്ണൂരാണ്. അതിൽ തന്നെ 20% മുകളിൽ പദ്ധതികൾക്കുള്ള ചെലവ് വന്നിരിക്കുന്നത് കണ്ണൂരിലേക്ക് മാത്രമായിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള 3 ജില്ലകളിലേക്ക്, പ്രത്യേകിച്ച് കണ്ണൂരിലേക്ക് മാത്രമായിട്ട് മറ്റു 11 ജില്ലകൾക്കും കൂടി 50% മാത്രം നൽകുമ്പോൾ വലിയ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് കിഫ്ബിയിൽ നിന്ന് പ്രോജക്റ്റുകൾ അനുവദിച്ചത്, പണം അനുവദിച്ചത് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കാനുള്ള ബാധ്യത CPM-നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇനി അടുത്തത് നമ്മുടെ നാട്ടിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുള്ളത് നമുക്കാണ്, 130-ലധികം. എന്നാൽ ഇതിൻ്റെ എല്ലാം കൂടി ചേർത്ത് നഷ്ടം 2024-25 കണക്കനുസരിച്ച് 78,851 കോടി രൂപയാണ്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ നഷ്ടം വരുത്തുന്നത് ഒന്ന് KSRTC, രണ്ടാമത്തേത് വാട്ടർ അതോറിറ്റി, മൂന്നാമത്തേത് നമ്മുടെ പെൻഷൻ സംവിധാനമാണ് KSSPL. ഇവിടെ പ്രത്യേകം ആലോചിക്കേണ്ടത്, ഇപ്പോൾ തന്നെ കടത്തിൽ കുളിച്ചു നിൽക്കുന്ന ഈ KSRTCയിലാണ് ഇനി അധിക ബാധ്യതയുണ്ടാകുന്ന തരത്തിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ വാഗ്ദാനം നടപ്പാക്കേണ്ടത്. ഈ 3 സ്ഥാപനങ്ങളും ഓടിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടി അങ്ങോട്ട് സർക്കാർ പണം കൊടുക്കേണ്ടുന്ന അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു മോഡലല്ല. നമ്മുടെ നികുതി പണം ഈ 3 സ്ഥാപനങ്ങളെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ചെലവഴിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തികമായിട്ടുള്ള ദുരവസ്ഥ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള വികസനം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ ദുരിതമനുഭവിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം നൽകുന്നതിനൊക്കെ നമുക്കുള്ള നീക്കിയിരിപ്പ് വളരെ ചെറുതാണ്. പ്ലാൻ ചെലവ് മൊത്തം ചെലവിൻ്റെ 18% താഴേക്ക് പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇതേപോലെ തന്നെ SC/ST, OBC, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ ക്ഷേമത്തിനുള്ള പ്ലാൻ തുക എന്നത് 2017 ഏതാണ്ട് 9.4% ആയിരുന്നുവെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലേക്ക് വരുമ്പോൾ അത് അതിൻ്റെ ഏതാണ്ട് 1/3 താഴ്ന്നിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ അവസ്ഥ. അതുകൊണ്ട് തന്നെ കടുത്ത സാമ്പത്തിക നിയന്ത്രണം എന്നതിനപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ള സാമ്പത്തിക അച്ചടക്കവും ശരിയായ രീതിയിലത്തേക്കുള്ള തനത് വരുമാന മാർഗങ്ങളും ഒക്കെ തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. കിഫ്ബി എന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഖജനാവിനെ തന്നെ ഊറ്റി തിന്നുന്ന ഒരു വെള്ളാനയായിട്ട് മാറിയിട്ടുണ്ട് എന്നത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ പൂർണ്ണമായിട്ടും ഓഫ് ബജറ്റ് ബോറോയിങ് എന്നതിൽ നിന്ന് മാറ്റി ബജറ്റിനുള്ളിൽ തന്നെ കൊണ്ടുവരിക എന്നുള്ളത് പ്രധാനമാണ്. കാരണം ബജറ്റിനുള്ളിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് എത്ര പലിശയാണോ ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് വേണ്ടിയിട്ട് അടയ്ക്കേണ്ടി വരുന്നത്, അതിനേക്കാൾ കൂടുതൽ പലിശയാണ് അത് ബജറ്റിന് പുറത്ത് നിൽക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ നൽകേണ്ടി വരുന്നത്. അതുകൊണ്ട് എന്ത് തരത്തിലുള്ള ഗുണമാണ് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലാകുന്നില്ല. കാരണം കിഫ്ബിയുടെ ചെലവ് എന്നതും സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയിൽ തന്നെ ഉൾപ്പെടുത്തേണ്ടതാണ് എന്ന് CNDG ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒന്നുകിൽ പുനഃസംവിധാനം ചെയ്ത് ഏകീകരിക്കുക, അതല്ല എങ്കിൽ അതിനെ പ്രൈവറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഏകീകരിക്കുമ്പോൾ ഏറ്റവും ലാഭത്തിലോടുന്നത് ബെവറേജസ് കോർപ്പറേഷനാണ്. ബെവറേജസ് കോർപ്പറേഷനെയും അതേപോലെ തന്നെ പൊതുവിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോയെയും ഒന്നിച്ച് ചേർക്കുക എന്നുള്ള ഒരു പ്രപ്പോസലുണ്ട്. അതേപോലെ മറ്റ് പല പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സ്വകാര്യവൽക്കരിക്കാനുള്ള ഒരു നിർദ്ദേശവുമുണ്ട്. ഒന്നാലോചിച്ച് നോക്കുക, ഈ സ്വകാര്യവൽക്കരണം എന്നൊക്കെ നമ്മളിവിടെ ഡെക്കറേഷനോടുകൂടി പറയുമെങ്കിലും കേന്ദ്ര സർക്കാർ ചെയ്യുന്ന സമയത്ത് അതിനെ വിറ്റഴിക്കൽ എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ദീർഘകാലത്തെ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് സ്വകാര്യ നിക്ഷേപം കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട്. നമ്മുടെ നിലവിലെ ലേബർ ലാൻഡ് നിയമങ്ങളൊക്കെ തന്നെ സുതാര്യമാക്കേണ്ടതുണ്ട്, ലളിതമാക്കേണ്ടതുണ്ട്. പവർ സെക്ടറിലുള്ള നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണോ അതിനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉൾപ്പെടെ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വ്യവസായ പ്രോത്സാഹനം നൽകുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ലോക്കൽ ബോഡികൾ ബോണ്ട് ഇഷ്യൂ ചെയ്ത് അവർ തന്നെ പണം സമാഹരിക്കുകയാണ് എങ്കിൽ അത് സംസ്ഥാനത്തിൻ്റെ കടത്തിൻ്റെ പരിധിയിൽ വരില്ല എന്നുള്ള ഒരു പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ രീതിയിലത്തേക്ക് പണം കണ്ടെത്താൻ വേണ്ടിയിട്ടും ഒരുപക്ഷെ സർക്കാർ ശ്രമിച്ചേക്കാം. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ സത്യമായിട്ടും ഇതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ധവളപത്രത്തിൽ കൂടി നമ്മൾ അറിയുന്നത്. ഇനി ഇതൊന്നും തന്നെ എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണോ വാഗ്ദാനങ്ങളാണോ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് മുന്നിൽ UDF വെച്ചിരുന്നത്, ആ കാര്യങ്ങളെ നടപ്പാക്കാതിരിക്കാനുള്ള ഒരു തരത്തിലുള്ള ന്യായവുമായിട്ട് ഇതൊന്നും തന്നെ മാറുന്നുമില്ല. കാരണം ഈ ധവളപത്രം വരുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്നത് വളരെ മോശമാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരുന്നു. പ്രതിപക്ഷത്തിന് അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണയും ഉണ്ടായിരുന്നു. എന്നിട്ടും ഇവിടെ കുറേയധികം ഫ്രീ സ്കീമുകൾ, കുറേയധികം വെൽഫെയർ സ്കീമുകൾ, സ്ത്രീകൾക്കുള്ള സൗജന്യങ്ങൾ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള വാഗ്ദാനങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്.
അപ്പോൾ അതിന് എവിടെ നിന്ന് പണം കണ്ടെത്തും എന്നുള്ളതാണ് ഇനി സർക്കാർ ആലോചിക്കേണ്ടത്. അതല്ലാതെ ഈ ധവളപത്രത്തിൽ കൂടി നമ്മുടെ സാമ്പത്തികാവസ്ഥ ഇത്രത്തോളം പരിതാപകരമാണ് എന്നൊരു കാര്യം ജനങ്ങളെ അറിയിച്ചു എന്നതുകൊണ്ട് ഈ പദ്ധതികളൊക്കെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് നടപ്പാക്കാതിരിക്കാനുള്ള ഒരു തരത്തിലുള്ള എക്സ്ക്യൂസും അവർ സർക്കാരിന് നൽകും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ഭാരിച്ച സാമ്പത്തിക ബാധ്യതയുള്ള, കടത്തിൽ തന്നെ മുങ്ങിക്കുളിച്ചിരിക്കുന്ന പല സ്ഥാപനങ്ങളെയും കൂടുതൽ കടത്തിലേക്കും കൂടുതൽ സാമ്പത്തിക ബാധ്യതയിലേക്കും ഒക്കെ തന്നെ തള്ളിവിടാൻ പറ്റുന്ന തരത്തിലുള്ള പല പദ്ധതികളും UDFന് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ബാധ്യത ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പ്രഖ്യാപനം എന്നത് സ്ത്രീകൾക്കുള്ള സൗജന്യ KSRTC യാത്ര തന്നെയാണ്. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ യാത്ര സൗജന്യമാക്കും എന്നുള്ളത് മാത്രമാണ് പ്രഖ്യാപനം. അത് ദീർഘദൂര ബസ്സുകളിൽ ഒഴിവാക്കാനായിട്ടോ മറ്റേതെങ്കിലും സർവീസുകളിലേക്ക് അത് ലിമിറ്റ് ചെയ്യുന്നതിനോ നമ്പർ ഓഫ് ടൈംസ് പെർ ഡേ എന്ന രീതിയിലത്തേക്ക് അതിനെ ലിമിറ്റ് ചെയ്യുന്നതിനോ ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ വാഗ്ദാന ലംഘനമായി മാറും എന്നുള്ളത് പ്രധാനമായിട്ട് അവർ ഓർത്തിരിക്കേണ്ടതാണ്. മറ്റൊന്ന്, ഒരു കുടുംബത്തിന് നൽകുന്ന 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി സ്കീമാണ് ആരോഗ്യ സംരക്ഷണത്തിനായിട്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഭാരിച്ച പണച്ചെലവുണ്ട്. അതുകൊണ്ട് തന്നെ ടൈംലി ആയിട്ടുള്ള അതിൻ്റെ ഡിസ്പേഴ്സ്മെൻറ്റ്, ആ പണം കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സർക്കാരിന് മുന്നിലുള്ള വലിയ വെല്ലുവിളികളാണ്, വലിയ ശ്രമകരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ധനസ്ഥിതി കൃത്യമായിട്ട് എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു ധവളപത്രം മുന്നോട്ട് കൊണ്ടുവന്ന UDFൻ്റെ നിലപാട് തികച്ചും സ്വാഗതാർഹമായിട്ടുള്ള ഒന്നാണ്. അതിനെ തടയുന്നതിന് വേണ്ടി, മുട്ടാപ്പോക്ക് ന്യായം കൊണ്ടുവരുന്നതിന് വേണ്ടിയൊക്കെ ഇടതുപക്ഷത്തു നിന്നുള്ള പല ആൾക്കാരും പല ന്യായങ്ങളുമൊക്കെ തന്നെ അവിടെ കൊണ്ടുവന്നു. എന്നാൽ അതൊന്നും തന്നെ വിലപ്പോകുന്നതല്ല. സത്യത്തിൽ 6000 കോടി രൂപ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവരാലോചിച്ച് നോക്കേണ്ടത് വരുത്തി വെച്ചിരിക്കുന്ന കടവും ബാധ്യതകളും പൊതുകടവും ഒക്കെ തന്നെ 5 ലക്ഷം കോടി രൂപ, 48,000 കോടി രൂപ എന്ന നിലയ്ക്കൊക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അതായത് 5 ലക്ഷം രൂപ ഒരാൾ കടം വാങ്ങി വെച്ചതിന് ശേഷം അത് തിരിച്ചടയ്ക്കാനായിട്ട് വീട്ടിൽ 5 രൂപ ഇരിപ്പുണ്ട് എന്ന് പറയുന്നതിന് തുല്യമാണ് ശ്രീ KN ബാലഗോപാൽ പറഞ്ഞിരിക്കുന്ന നെടുങ്കൻ പ്രസ്താവനകളൊക്കെ. സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യത എന്താണ് എന്നതിനെക്കുറിച്ച് ഈ ധവളപത്രം വഴി ഇപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള നമ്പേഴ്സ് ഉണ്ട്. ഇനി അറിയേണ്ടത് എന്തൊക്കെ തരത്തിലുള്ള ധനാഗമ മാർഗങ്ങളിലേക്കാണ് സർക്കാർ പോകുന്നത്, എന്തൊക്കെ പോളിസി ഫോർമേഷനിലേക്കാണ് പോകുന്നത്, സംസ്ഥാന ഖജനാവിന് കടുത്ത സാമ്പത്തിക ബാധ്യത നൽകാൻ സാധ്യതയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നടപ്പാക്കാൻ പോകുന്നത് എന്നതിലാണ്. എന്തായാലും നല്ല രീതിയിലത്തേക്കുള്ള മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.